ഇപ്പോൾ പി സതീദേവി മാധ്യമങ്ങൾ കാണുന്നു തത്സമയം. കേരള ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. അപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന വിവരാവകാശ കമ്മീഷന്റെ തീരുമാനം നടപ്പിൽ വരുത്താൻ സർക്കാർ സന്നദ്ധമായിട്ടുള്ള ഒരു ഘട്ടത്തിലായിരുന്നു റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി മുമ്പാകെ എത്തിയിട്ടുള്ളത്. 4 വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമാ രംഗത്ത് സ്ത്രീകളുടേതായിട്ടുള്ള ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് WCC എന്ന പേരിൽ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ടാണ് അന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടുകൊണ്ട് വിമൻ ഇൻ സിനിമ കളക്റ്റീവിൻ്റെ പ്രവർത്തകർ മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾ ഒട്ടേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെന്നും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സർക്കാർ തന്നെ സജ്ജമാക്കിയിട്ടുള്ള ഒരു കമ്മിറ്റിയെ കൊണ്ട് പരിശോധിപ്പിക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വളരെ പെട്ടെന്ന് സർക്കാരിന് സമർപ്പിച്ചുവെങ്കിലും ആ റിപ്പോർട്ട് തീർച്ചയായിട്ടും ഒരു ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റിയാണ് എന്നുള്ള നിലയിൽ സർക്കാർ പുറത്തുവിടാതിരിക്കുകയായിരുന്നു. തുടർന്നാണ് വിവരാവകാശ കമ്മീഷൻ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് സർക്കാരിനോട് തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത്. വ്യക്തികളുടെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള നിരവധി തലങ്ങളിലുള്ള വ്യക്തികളുടെ സ്വകാര്യതക്ക് ഭംഗം വരുത്താതെ സ്വകാര്യത ഹനിക്കാത്ത വിധത്തിൽ ആ റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ള ആവശ്യമാണ് എന്നുള്ള നിർദ്ദേശമാണ് വിവരാവകാശ കമ്മീഷൻ ഇപ്പോൾ പുറപ്പെടുവിച്ചിരുന്നത്. അത് സ്റ്റേ ചെയ്യാൻ ഇടവന്നിട്ടുള്ളത് ഈ സജിമോൻ എന്ന പ്രൊഡ്യൂസർ ഹൈക്കോടതി മുമ്പാകെ നൽകിയിട്ടുള്ള ഹർജിയുടെ പശ്ചാത്തലത്തിലായിരുന്നു. വനിതാ കമ്മീഷൻ നേരത്തെ WCC നൽകിയിട്ടുള്ള ഹൈക്കോടതി മുമ്പാകെ നൽകിയിട്ടുള്ള റിട്ട് ഹർജിയിൽ സ്വമേധയാ കക്ഷി ചേർന്നിരുന്നു. സ്വമേധയാ കക്ഷി ചേരാൻ കാരണം രാജ്യത്ത് വിവിധ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും പരിരക്ഷിക്കാൻ സജ്ജമാക്കിയിട്ടുള്ളൊരു നിയമം 3 ദശാബ്ദക്കാലത്തിലേറെയായി സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചുകൊണ്ട് നിലനിൽക്കുന്ന മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ സിനിമാ മേഖലയിൽ നടപ്പിലാവുന്നില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് WCC ഹൈക്കോടതി മുമ്പാകെ 2 റിട്ട് ഹർജികൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. വനിതാ കമ്മീഷൻ സ്വമേധയാ ആ ഹർജികളിൽ കക്ഷി ചേരുകയും മലയാള സിനിമാ രംഗത്ത് വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും അത് ചർച്ച ചെയ്യാനും അതിന് പരിഹാരം കാണുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലനിൽക്കുന്ന നിയമം പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് എന്ന പേരിൽ 2013 മുതൽ രാജ്യത്ത് നിലവിൽ വന്നിട്ടുള്ള നിയമം അനുശാസിക്കുന്ന പരാതി പരിഹാര സംവിധാനം പോലും സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. വനിതാ കമ്മീഷൻ അന്ന് ഹൈക്കോടതി മുമ്പാകെയുള്ള ഈ റിട്ട് ഹർജികളിൽ കക്ഷി ചേർന്നുകൊണ്ടാണ് സിനിമാ നിർമ്മാണ മേഖല തീർച്ചയായും ഒരു തൊഴിലിടമാണെന്നും അവിടെ വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള പരിരക്ഷ ഉറപ്പുവരുത്തണമെന്നും വർക്ക് പ്ലേസ് ഹറാസ്മെന്റ് കമ്മിറ്റികൾ എല്ലാ സിനിമാ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവണം എന്നുള്ള അഭിപ്രായം ഹൈക്കോടതി മുമ്പാകെ വെച്ചിട്ടുള്ളത്. വനിതാ കമ്മീഷന്റെ അഭിപ്രായം കൂടെ സ്വീകരിച്ചുകൊണ്ടാണ് അന്ന് ഹൈക്കോടതി സിനിമ എന്ന് പറയുന്ന ഇത് ഒരു തൊഴിലിടമാണെന്നും സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ തുടക്കം മുതൽ സിനിമ റിലീസാവുന്നതുവരെയുള്ള ഘട്ടങ്ങളിൽ ഇന്റേണൽ കമ്മിറ്റികൾ ആ തൊഴിലിടത്തിൽ പ്രവർത്തിക്കണം എന്നും ആവശ്യപ്പെട്ടിരുന്നത്. എങ്ങനെയാണ് ഈ IC ഫോം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും എങ്ങനെയായിരിക്കണം അതിന്റെ പ്രവർത്തനം എന്നതിനെ സംബന്ധിച്ചും വനിതാ കമ്മീഷൻ തന്നെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടാണ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സിനിമാ നിർമ്മാതാക്കൾ, സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള വിവിധ സംഘടനകൾ, WCCയുടെ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ, അതുപോലെ തന്നെ ഫിലിം പ്രൊഡ്യൂസേഴ്സിന്റെ അസോസിയേഷൻ, ചേംബർ ഓഫ് കൊമേഴ്സ് ഇതെല്ലാം ഒത്തുചേർന്നുകൊണ്ട് എറണാകുളത്ത് വെച്ച് തന്നെ ഒരു ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യൂണിറ്റുകളിൽ ഇന്റേണൽ കമ്മിറ്റികൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇടക്ക് ഞങ്ങൾക്ക് ഒരു അറിയിപ്പ് കിട്ടി, ഇത് തീരുമാനിച്ചതിന് ശേഷവും പല സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യൂണിറ്റുകളിൽ ഈ IC ഫോം ചെയ്തിട്ടില്ല എന്നുള്ള അറിയിപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് സ്വമേധയാ പരിശോധിച്ചുകൊണ്ട് അവർക്ക് നിർദ്ദേശം കൊടുക്കാനും വനിതാ കമ്മീഷൻ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ടുന്നത് വളരെയധികം ആവശ്യമാണ് എന്ന് വനിതാ കമ്മീഷൻ കാണുകയാണ്.
സാംസ്കാരിക പ്രബുദ്ധമാണ് എന്ന് നമ്മൾ അഭിമാനിക്കുന്ന കേരളത്തിൽ എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാൻ ഉതകുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ടുന്നത് ഈ പൊതുസമൂഹത്തിന്റെ ആവശ്യം കൂടിയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഉള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അതിന് പരിഹാരം കാണാനും വേണ്ടി സജ്ജമാക്കി സർക്കാരിനാൽ നിയുക്തമാക്കിയിട്ടുള്ള കമ്മിറ്റി എന്താണ്, ആ കമ്മിറ്റിക്കകത്ത് ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്, വ്യക്തികളുടെ സ്വകാര്യത ഹനിക്കാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഈ പൊതുസമൂഹത്തിന് മുമ്പാകെ പറയാൻ തീർച്ചയായിട്ടും സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. അതൊരു സർക്കാർ തയ്യാറാണ് എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും കേരളത്തിലെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്നത്, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും, സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി കഴിയുക, പരാതി പരിഹരിക്കാനും ഉള്ള കമ്മിറ്റികൾ ഫോം ചെയ്തതിനു ശേഷം എങ്ങനെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളത് ഉൾപ്പെടെയുള്ള ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ ഉള്ള റെക്കമെൻഡേഷൻസ് മുഴുവൻ ഈ പുറത്തുവിടേണ്ടതായിട്ടുണ്ട്. സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടണം എന്നുള്ളതാണ് വനിതാ കമ്മീഷന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് വനിതാ കമ്മീഷൻ ഈ WCC ഉൾപ്പെടെ അതിൽ കക്ഷി ചേരുകയുണ്ടായിട്ടുണ്ട്. ഈ സ്വകാര്യ വ്യക്തി ശ്രീ സജിമോൻ നൽകിയിട്ടുള്ള റിട്ട് ഹർജിയിൽ ഞങ്ങൾ കക്ഷി ചേരാൻ അനുവാദം ചോദിച്ചു. ഹൈക്കോടതി അതിന് അനുവാദം നൽകി. ഞങ്ങൾ അതിന്റെ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഹൈക്കോടതിയിൽ ഞങ്ങൾ നൽകുകയുണ്ടായി. ആ സ്റ്റേറ്റ്മെന്റ് കൂടെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ വിധി വന്നിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരാഴ്ചക്കാലത്തിന് ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനു വേണ്ടി ഹൈക്കോടതി അനുവാദം നൽകിയിട്ടുള്ളത്. തീർച്ചയായും സർക്കാർ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് സിനിമാ മേഖല ഏറ്റവും സുരക്ഷിതമായി ആത്മാഭിമാനത്തോടെ സ്ത്രീകൾക്കുൾപ്പെടെ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മലയാള സിനിമാ രംഗത്ത് ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായും ഈ വിധി സഹായകമാകും എന്നാണ് കരുതുന്നത്. നിർമ്മാതാക്കളുടെയോ സംവിധായകരുടെയോ അല്ലെങ്കിൽ സിനിമാ താരങ്ങളുടെയോ ഒന്നും വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യതക്ക് ഭംഗം വരുത്താതെ തന്നെ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെടണം എന്നുള്ളതാണ് വനിതാ കമ്മീഷന്റെ അഭിപ്രായം. സർക്കാർ ഈ ഘട്ടം വരെ വളരെ നാളായി എന്തുകൊണ്ട് സർക്കാർ ഇതിനകത്തേക്ക് ഒരു ആക്ഷൻ പ്ലാൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി സർക്കാർ ഈ ഘട്ടം വരെ കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് കമ്മീഷൻ കരുതുന്നു? അതിനെ സംബന്ധിച്ച് സർക്കാർ ഒരിടക്ക് വനിതാ കമ്മീഷൻ ഇതിൽ ഇടപെട്ടതിന് ശേഷം ഹൈക്കോടതിയുടെ നേരത്തെയുള്ള ഈ ഇന്റേണൽ കമ്മിറ്റി സംബന്ധിച്ചിട്ടുള്ള തീരുമാനം, ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്ന സമയത്ത് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ടുന്നത് അത് അസംബ്ലിയിൽ വെക്കണം എന്നാണ് WCC ആവശ്യപ്പെട്ടിരുന്നത്. തീർച്ചയായും അസംബ്ലിയിൽ വെക്കുന്നത് ഒരു എൻക്വയറി കമ്മീഷന്റെ റിപ്പോർട്ടാണെങ്കിലാണ് അത് നിയമസഭക്കകത്ത് വെക്കേണ്ടതായിട്ടുള്ളത്. ഇതൊരു ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റിയാണ്. തീർച്ചയായും അത് പരിശോധിച്ചുകൊണ്ട് സർക്കാർ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനാണ് സർക്കാരിന് ബാധ്യതയുള്ളത്. ആ അടിസ്ഥാനത്തിലാണ് സർക്കാർ ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമ്മീഷൻ ഈ കാര്യം സംബന്ധിച്ച് ഹൈക്കോടതി മുമ്പാകെ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. വ്യക്തികളുടെ സ്വകാര്യത ഹനിക്കാതെ ഈ മേഖലയിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക്, ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, അവരുടെ സേവന വേതന വ്യവസ്ഥകളുണ്ട്, തൊഴിലിടത്തിൽ അവരുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ കൊച്ചി നഗരത്തിൽ തന്നെ ഒരു സിനിമാ നടി വളരെ ക്രൂരമായിട്ടുള്ള രൂപത്തിൽ അതിക്രമത്തിന് ഇരയായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത് വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടാൻ ഇടവന്നിട്ടുള്ളത്. ഏത് തൊഴിലിടത്തിലായാലും സുരക്ഷിതത്വത്തോടെ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം സ്ത്രീകൾക്ക് ലഭ്യമാവേണ്ടതായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വനിതാ കമ്മീഷൻ ഈ പ്രശ്നത്തിൽ ഹൈക്കോടതി മുമ്പാകെ ഈ ഹർജിയിൽ കക്ഷി ചേരാൻ തയ്യാറായിട്ടുള്ളത്. എല്ലാ തൊഴിലിടങ്ങളിലും നിയമം അനുശാസിക്കുന്ന പരാതി പരിഹാര സംവിധാനങ്ങൾ വേണം. ആ പരാതി പരിഹാര സംവിധാനങ്ങൾ രൂപീകരിച്ചിട്ടില്ലാത്ത ഇടങ്ങളിൽ അതിന് പനിഷ്മെന്റ് അടക്കം ഈ ആക്ടിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ശിക്ഷാർഹമായിട്ടുള്ള ഒരു കുറ്റമായിട്ടാണ് കാണുന്നത്. ഇന്റേണൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ലെങ്കിൽ ഫൈൻ ഈടാക്കണം എന്നുള്ള ഇത് നിയമത്തിൽ തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഇന്റേണൽ കമ്മിറ്റി പ്രവർത്തിക്കാത്ത ഇടങ്ങളിലൊന്നും തന്നെ
ഫൈൻ ഈടാക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നിയമമാണ്, രാജ്യത്താകമാനമുള്ള നിയമമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ റൂൾസൊക്കെ തന്നെ ഫ്രെയിം ചെയ്തു വരേണ്ടുന്നത് ദേശീയ തലത്തിലാണ്. പക്ഷേ സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് സംസ്ഥാനത്തിനകത്ത് ഈ തൊഴിലിടങ്ങളിൽ ഈ നിയമം അനുശാസിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ സാധ്യമാവുക എന്നുള്ളത് സർക്കാർ തന്നെ പരിശോധിച്ചുകൊണ്ട് എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് കമ്മീഷന്റെ അഭിപ്രായം.